കുത്തിയിരിക്കും അധികാരികളെ, ആരാണെന്ന് പറയുന്നത് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനെതിരെയും പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുത്തൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിജോ കടവിൽ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് TK ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി. ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ES ബൈജു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് നന്ദൻ കുന്നത്ത്, O ശോഭാചന്ദ്രൻ, UK സദാനന്ദൻ, ബിന്ദു സേതുമാധവൻ എന്നിവർ പ്രസംഗിച്ചു. കേരള ടൈംസ് മീഡിയ. വില്ലേജ് നികുതി അടയ്ക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാർഷിക മേഖലയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിലയിടവും കാരണങ്ങളും ഈ ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരനെ കൊള്ളയടിക്കുവാൻ പിണറായി സർക്കാർ മുന്നിട്ടിറങ്ങിയ കാഴ്ച നമ്മൾ പ്രതിരോധിക്കേണ്ടത് കോൺഗ്രസിന്റെയും ഈ നാട്ടിലെ ജനാധിപത്യ ഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ ഭൂനികുതി 50% വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു. അതുപോലെ തന്നെ ഒട്ടേറെ നികുതി നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കാർഷിക മേഖല പൂർണ്ണമായും തകർന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് പുത്തൂർ പഞ്ചായത്തിന്റെ 70% ഭാഗങ്ങളിലും കൃഷി ജീവനമാക്കി മാറ്റുന്ന ആളുകളാണുള്ളത്. അവർക്ക് ദുരിതത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഭൂനികുതി വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഈ സർക്കാർ സൃഷ്ടിച്ചത്. ഈ സർക്കാർ ഇതിനു മുമ്പ് ഒരു തവണ ഭൂനികുതി വർദ്ധിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ പ്രദേശത്തൊക്കെ കാർഷിക മേഖല പൂർണ്ണമായ തകർന്നൊരവസ്ഥയിലാണ്. കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല. റബ്ബർ കർഷകനൊക്കെ ആത്മഹത്യയുടെ വെക്കലാണ്. 3 ഏക്കർ റബ്ബർ കൃഷിയുള്ളവന് ഒരു വർഷം 10,000 രൂപ പോലും വരുമാനമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. മറ്റു കൃഷികൾ ചെയ്യുന്നവർക്കും ഇന്ന് തീരെ വിലയില്ലാത്ത പച്ചക്കൃഷി കൃഷികൾക്കും തീരെ വിലയില്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ഇന്ന് വനാന്തര മേഖലയിൽ മാത്രമല്ല, പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്ന് വന്യമൃഗങ്ങളുടെ ശല്യം നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ താമരവെള്ളച്ചാലിൽ ഒരു കർഷകൻ ആന ചവിട്ടി കൊണ്ടിരിക്കും. അത് ആനശല്യം നമ്മുടെ പഞ്ചായത്തിൽ രൂക്ഷമാണ്. അതുപോലെ തന്നെ ഈ കൈയുൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം മൂലം ആളുകൾക്ക് ഇന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കൃഷി ചെയ്യാനും ആളുകൾക്ക് നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. പ്രിയപ്പെട്ട മാന്നാമംഗലം ക്ഷീരോത്പാദക പ്രസിഡന്റ് ശ്രീ പന്തപ്പള്ളി ജോർജിന്റെ 100ഓളം ആളുകളാണ് കഴിഞ്ഞ ആഴ്ച കാട്ടുപന്നി നശിപ്പിച്ചത്. അതുപോലെ കാർഷിക മേഖല പൂർണ്ണമായും തകർന്നടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന്. ആ കാർഷിക മേഖല തകർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് കർഷകർ ഇട്ടടിയായി ഭൂനികുതി 50% വർദ്ധിപ്പിക്കുന്ന ഒരു സമീപനം ഈ സർക്കാർ സ്വീകരിച്ചു. അതുപോലെ തന്നെ ബജറ്റിലെ ഒട്ടനവധി നിർദ്ദേശങ്ങൾ കിഫ്ബി മുഖാന്തരം ഒട്ടനവധി വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു. വികസനം എന്ന് പറഞ്ഞാൽ അവര് ചില സെലക്റ്റീവായ വികസനം, അത് സർക്കാരിന്റെ തനത് ഫണ്ട് കണ്ടെത്തി കേന്ദ്ര സഹായത്തോടെ നടപ്പിലാക്കേണ്ട പദ്ധതികൾ കിഫ്ബി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അതിലൂടെ ഒരുപാട് എന്ന് പറയാനൊന്നുമില്ല, ചില നാമമാത്ര വികസനങ്ങൾ കൊണ്ടുവന്നു. നമുക്കറിയാം, കിഫ്ബിയിലൂടെ തന്നെ നമ്മുടെ ഈ മ്യൂസിയത്തിന് കുറച്ച് ഫണ്ട് വകയിരുത്തി. അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ബഡ്ജറ്റിലാണ് പുത്തൂർ കായൽ വികസനം കൊണ്ടുവന്നത്. അതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറെ ബഡ്ജറ്റുകൾ ഉള്ളൂർ മണ്ഡലത്തിൽ ആവർത്തിക്കുക എന്നല്ലാതെ ഈ ബഡ്ജറ്റിൽ നമ്മുടെ മണ്ഡലത്തിൽ കാര്യമായി ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. നമുക്കറിയാം, കിഫ്ബിയിൽ വന്നിരിക്കുന്ന പല റോഡുകൾ, ആ റോഡുകൾക്കൊക്കെ ടോൾ ഏർപ്പെടുന്ന ഒരു സമീപനമാണെന്ന് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ മരോട്ടിച്ചാൽ പ്രദേശത്തൊക്കെ വരുന്ന മലയോര ഹൈവേക്ക് പണി തീർത്താൽ ടോൾ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത്. അതുപോലെ ജനങ്ങളെ പൂർണ്ണമായും ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സർക്കാരാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് ഇന്ന് എല്ലാത്തിനും വില വർധന വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസമാണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചത്. അടുത്ത ഏപ്രിൽ മുതൽ വീണ്ടും 12 പൈസ യൂണിറ്റ് വീണ്ടും വർദ്ധിപ്പിക്കുകയാണ്. സമസ്ത വെള്ളക്കരം വർദ്ധിപ്പിച്ചു. എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് നെഞ്ചത്തടിക്കുന്ന രീതിയിൽ 50% ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണ്.